കേരളത്തിലെ ലാൻഡ് ലോ അനുസരിച്ച് പ്ലാന്റേഷൻ ക്രോപ്പുകൾ മാത്രമേ നമുക്ക് ലിമിറ്റ്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അഗ്രികൾച്ചർ ഡെഫിനറ്റ്ലി കേരളത്തിന് ഭയങ്കര സ്കോപ്പുള്ളൊരു ഫീൽഡാണ്. അതിന് പോളിസി ചേഞ്ച് മാത്രം വന്നാൽ മതി. കൃഷി ഒരു റിസർച്ചാണ്. മംഗോസ്റ്റിനും അവക്കാഡോസും അച്ചാച്ചൂറും ഇങ്ങനെ പല വെറൈറ്റി ഓഫ് എക്സോട്ടിക് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. അത് ട്രയൽ പീരീഡിലാണ്. എക്സോട്ടിക് ഫ്രൂട്ട്സ് മൊത്തം തായ്ലൻഡ് വരുന്ന പോലെ തന്നെ ഇവിടെയും പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്. പുതിയ തലമുറകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വിട്ട് നമ്മൾ വിദേശത്തേക്ക് പോവുകയാണല്ലോ, അവർക്ക് ശരിക്കും ഇവിടെ നിന്നാൽ ഈ ഒരു മേഖലയ്ക്കൊക്കെ നിൽക്കാൻ ശരിക്കും 100% ഗവൺമെന്റ് ലോ റിലാക്സ് ചെയ്യുകയാണെങ്കിൽ തുറന്നു കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നിസ്സാരമൊന്നുമല്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് തന്നെ റെക്കമെൻഡേഷൻ കൊടുത്തു അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് പ്ലാന്റേഷൻസ് ഇൻ കേരള എന്ന് പറഞ്ഞു. അവർ തായ്ലൻഡിലും എല്ലാം പോയി റിസർച്ച് നടത്തി. ഇന്ത്യയിൽ ഈ കേരളത്തിൽ മാത്രമേ ഈ റംബുട്ടാൻ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഇന്ത്യയിൽ അവരുടെ സ്റ്റഡി പറയുന്നത് 2% ഓഫ് ലാൻഡ് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ആ 2% അകത്ത് 1.8% കേരളത്തിലാണ്. റബ്ബറിന് 10 വർഷമായിട്ട് വിലയുണ്ടോ? ഇല്ല. റബ്ബറിന് വിലയുണ്ടോ? റബ്ബറുണ്ടോ? റബ്ബറില്ല. റംബൂട്ടാൻ ഇതുവരെ എനിക്ക് 25 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. അതായത് ഒരേക്കർ. റബ്ബർ ഇതുവരെ 10 ലക്ഷം രൂപ പോലും ആയിട്ടില്ല ഇതുവരെ. റബ്ബറിന്റെ ഫ്യൂച്ചർ നോക്കുമ്പോഴത്തേക്കും ഗ്രോ ചെയ്യുന്നില്ല. അന്ന് 1 ലിറ്റർ പെട്രോളിന് 50 രൂപ, അന്ന് 100 രൂപയായി. അന്ന് ഒരു മരം വെട്ടാനായിട്ട് 70 പൈസ ഉള്ളൂ. ഇന്നത് 2.25 രൂപയായി. പൊട്ടാഷിന് അന്ന് 800 രൂപ, 1900 രൂപയായി. ഇൻപുട്ട് കോസ്റ്റ് 5 ടൈംസ് ആയി. ഇപ്പം ഇത് ബാംഗ്ലൂരും കർണാടകയും തമിഴ്നാട് വരെയൊക്കെ എത്തിയിട്ടുള്ളൂ. ജാർഖണ്ഡിൽ നിന്ന് ലിച്ചി വരുന്നുണ്ടല്ലോ. ഇത് പ്രൊഡക്ഷൻ കൂടിയപ്പോഴത്തേക്ക് അവർ മെക്കാനിസം കണ്ടുപിടിച്ച് എത്തിക്കാനായിട്ടുള്ളത്. അതുപോലെ ഇവോൾവ് ചെയ്യും. അപ്പൊ ഇതിന് അതുപോലൊരു സാധ്യതയുണ്ട്. ഇന്ത്യ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കൺസ്യൂമർ മാർക്കറ്റില്. ഡെഫിനറ്റ്ലി ഇന്ത്യൻ മാർക്കറ്റിൽ ഭയങ്കര വോളിയം പോകുന്ന ഒരു മാർക്കറ്റാണ്. കാരണം ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റി ചേസ് ചെയ്യത്തില്ലേ. ഇത് ഇക്കണോമിക്സ് ആണല്ലോ. സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറയും വരികയാണെങ്കിൽ വില കുറയും. പ്രൊഡക്ഷൻ വെച്ചിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഈ റംബുട്ടാന്റെ ഭാവി എങ്ങനെയുണ്ട്? ഇപ്പൊ ആപ്പിളിന്റെ ഭാവി എങ്ങനെയുണ്ട് സിംലയിൽ പോയി ചോദിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഗ്രേപ്സിന്റെ ഭാവി എങ്ങനെയുണ്ട് നാസിക്ക് പോയി ചോദിക്കുന്നവരുണ്ട്. റംബൂട്ടാന് ഭാവിയുണ്ട്. എത്തിക്കേണ്ടടുത്ത് എത്തിച്ചാൽ മതി. ഡിമാൻഡ് ഓൾറെഡി ഉണ്ട്. മാർക്കറ്റിലോട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളിപ്പോഴത്തെ പ്രൊഡക്ഷൻ ഒന്നും ഒരു പ്രൊഡക്ഷൻ അല്ല. റംബൂട്ടാൻ വലയിടുന്നത് കണ്ടിട്ടുണ്ടോ? അതിന് പ്രത്യേകം ട്രെയിൻ ചെയ്ത ജോലിക്കാരെ കെട്ടുകെട്ടായിട്ട് വണ്ടിയിൽ കൊണ്ടിരുന്ന വലിയ വലകൾ നിലത്ത് നീട്ടി വിരിച്ചിടും. അതിനുശേഷം 4-5 ആളുകൾ നീളമുള്ള തോട്ടിക്കമ്പുകളിൽ വല ഉയർത്തി വലിച്ചിടുന്നു. ചെറിയ വല ഒരു റംബൂട്ടാനെ മാത്രമാണ് കവർ ചെയ്യുന്നതെങ്കിൽ വലിയ വലകൾ 6-7 റംബൂട്ടാനിൽ വരെ വലിച്ചിടാം. വലയിടുന്നത് റംബൂട്ടാൻ മൂത്ത് കളറ് ചെറുതായിട്ട് ചുവന്നു തുടങ്ങുന്ന സമയത്താണ്. വലയിട്ട് ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും പഴുത്ത് കിട്ടും. ആ സമയം കണക്കാക്കി വല മാറ്റുകയും 1-2 ദിവസം കൊണ്ട് തന്നെ റംബൂട്ടാൻ പൂർണ്ണമായും പറിച്ചെടുക്കുന്ന കൊമേഴ്ഷ്യൽ രീതിയാണ് ഇന്ന് കേരളത്തിൽ കൂടുതലായി ഉള്ളത്. പേര് തോമസ് കരിപ്പാപ്പറമ്പിലാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലം ചേറ്റുതോട്. ഞങ്ങൾക്കൊരു 12.5 ഏക്കർ റംബൂട്ടാൻ കൃഷിയുണ്ട്. മംഗോസ്റ്റിനും അവക്കാഡോസും അച്ചാച്ചൂറും ഇങ്ങനെ പല വെറൈറ്റി ഓഫ് എക്സോട്ടിക് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. അത് ട്രയൽ പീരീഡിലാണ്. ഇപ്പോൾ പെർഫോം ചെയ്യുന്നത് റംബൂട്ടാനാണ്. ഞാൻ 2013 തൊട്ട് റംബൂട്ടാൻ ഗ്രോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആദ്യം 1 ഏക്കർ വെച്ച് അതിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് ബാക്കി 11 ഏക്കറിലോട്ട് എക്സ്പാൻഡ് ചെയ്തേക്കുന്നത്. ഞാൻ 2013 വരെ ബാംഗ്ലൂർ ടൂറിസ്റ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഓറഞ്ച് കൗണ്ടി എന്ന് പറഞ്ഞൊരു റിസോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ഹെഡ് ചെയ്യായിരുന്നു. 13 ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ടാണ് റംബൂട്ടാൻ കൃഷി തുടങ്ങിയേക്കുന്നത്. നട്ടിട്ട് വളർന്നു വരുമ്പോഴത്തേക്കും അതൊരു പ്രൊഡക്ഷൻ ലെവലിലോട്ട് വരണമെങ്കിൽ 3rd ഇയർ 4th ഇയറോട്ടാണ് വരിക. ഡെഫിനറ്റ്ലി അത് രണ്ട് ടൈപ്പ് ജീവിതമാണ്. ഒന്ന് കോർപ്പറേറ്റ് ലൈഫാണ്, ഇത് കൃഷി ജീവിതമായതുകൊണ്ട് അഗ്രികൾച്ചർ ഡെഫിനറ്റ്ലി കേരളത്തിന് ഭയങ്കര സ്കോപ്പുള്ളൊരു ഫീൽഡാണ്. അതിന് പോളിസി ചേഞ്ച് മാത്രം വന്നാൽ മതി ഗവൺമെൻറ് ലെവലിൽ നിന്ന്. തോമസേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോൾ എത്രാം വർഷത്തെ റംബുട്ടാൻ തോട്ടമാണ് നിൽക്കുന്നത്? ഇത് 2019 പ്ലാൻ ചെയ്തതാണ്. ഇപ്പം 7th ഇയർ ആണ്. 7ാമത്തെ കൊല്ലത്തിലേക്ക് കയറി. അതെ. നമ്മൾ എത്രയടിയാണ് ഇവിടെ അകലം? ഇത് 40x40 ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ ആ ഭൂമിയുടെ കടപ്പനുസരിച്ച് 40x40 വെച്ചപ്പോഴത്തേക്കും നമ്പർ ഓഫ് പ്ലാന്റ്സ് കിട്ടിയില്ല. 28 തൊട്ട് 30 വരെ കിട്ടണം. 40 ബിറ്റ്വീൻ റോസും ബിറ്റ്വീൻ പ്ലാന്റ്സ് 35 വെച്ചു. അതായത് 40 വരെ വെക്കുവാണെങ്കിൽ ഒരു തോട്ടത്തിൽ നമുക്ക് വരുന്ന ഏകദേശം 28 പ്ലാന്റ്സ് ആണ് വരുന്നത്. 30 കോർണറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് 30 വരെ വെക്കണം. പ്രൊഡക്ടിവിറ്റി വരുത്തും. ഇതിപ്പോ നമ്മൾ വെച്ചേക്കുന്നത് ഇപ്പം പ്ലാറ്റ്ഫോമിന്റെ പിന്നെ തമ്മിൽ 40ഉം പ്ലാന്റ്സ് തമ്മിൽ 35. ഇത് 40 ആണ്. ഇതെല്ലാം 35 വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ വിളവ് എങ്ങനെയുണ്ട്? കൺസിസ്റ്റന്റ് ആയിട്ട് വിളവുണ്ട്. എല്ലാ വർഷവും മഴ വരുമ്പോൾ പൊഴിയും. നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോഴും മഴക്കാലത്താണല്ലോ ഇത് വരുന്നത്. മഴ ലേറ്റ് ആയിട്ട് വരികയാണ്, പൊഴിച്ച് കുറവുണ്ടായിരിക്കും. ആവറേജ് ക്രോപ്പുണ്ട്. ഏകദേശം നമുക്ക് ഇതിന് എത്ര കിലോ കിട്ടുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? 70 ഡീസന്റ് ക്രോപ്പാണ്.
എനിത്തിങ് അതിന് മുകളിലോട്ട് എന്ത് കിട്ടിയാലും നല്ലതാണ്. 70 കിലോ നമുക്ക് മിനിമം കിട്ടും, ഏറ്റവും കുറഞ്ഞത് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ പിന്നെ പ്ലാന്റ് ന്യൂട്രീഷനൊക്കെ നമ്മൾ ഫീഡ് ചെയ്യുന്ന കുറവുണ്ടെന്നാണ്. സാറേ നമ്മളിതിപ്പോൾ എത്ര ഏക്കറല്ല ഇവിടെ ചെയ്തേക്കുന്നത്? 12.5 ഏക്കറാണ്. 12.5 ഏക്കറാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ലാൻഡ് ലോ അനുസരിച്ച് പ്ലാന്റേഷൻ ക്രോപ്പുകൾ മാത്രമേ നമുക്ക് ലിമിറ്റ്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ 6 ക്രോപ്പുണ്ട്: റബ്ബർ, കോഫി, ടീ, കാർഡമം, സിനമൺ, കൊക്കോ. ഈ ഇടയ്ക്ക് 2012 ക്യാഷും ആഡ് ചെയ്തു. ഇത് മാത്രമേ 15 ഏക്കർ കൂടുതൽ നമുക്ക് ഇത് മാത്രമേ ഒരാൾക്ക് 15 ഏക്കർ കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പാടുള്ളൂ. കേരള ലാൻഡ് റിഫോംസ് ആക്ടിൽ എക്സ്റ്റൻഡഡ് ക്രോപ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കഴിഞ്ഞ വർഷം IIMK ഒരു പിന്നെ മോഡേണൈസേഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്ലാന്റേഷൻസ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് സ്റ്റഡി നടത്തിയത്. പഴയ ക്രോപ്സ് ഒക്കെ മാറ്റിയിട്ട് പുതിയ ഹൈ വാല്യൂ എക്സോട്ടിക് ക്രോപ്സ്. അപ്പോൾ 10 വർഷം ലൈഫുള്ള ട്രീസ്. ഫ്രൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പൈനാപ്പിളും ഫ്രൂട്ടാണ്. അതെ 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 അതെ. അപ്പോൾ മരമായിരിക്കണം, മിനിമം 10 years ലൈഫ് വേണം. അതും കൂടെ ആഡ് ചെയ്യാനായിട്ട്, അതും കൂടെ നമുക്ക് 15 ഏക്കറിന് മുകളിലോട്ട് പ്ലാന്റേഷൻ ക്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഗവൺമെന്റ് ഇപ്പോഴും അത് തീരുമാനം എടുക്കാതിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ലാർജ് ഏരിയ എക്സ്റ്റെൻഡ് ആകാത്തത്, റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അത് 15 ഏക്കർ കൂടുതൽ ഒരാൾക്ക് ഇപ്പോൾ ചെയ്യാൻ പാടില്ല. ഞങ്ങൾക്ക് തന്നെ 20 ഏക്കറിലുള്ളത് 12 ഏക്കർ, ബാക്കി ഇപ്പോഴും റബ്ബറായിട്ട് വെച്ചേക്കുക. ഈ റംബുട്ടാന്റെ ഭാവി എങ്ങനെയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പോലെ നമുക്ക് റംബുട്ടാൻ ഒരു വിലയിട് ഉണ്ടാവും, നിലനിന്ന് കിട്ടുമോ നമുക്ക്? തുടർന്ന് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആപ്പിളിന്റെ ഭാവി എങ്ങനെയുണ്ടെന്ന് സിംലയിൽ പോയി ചോദിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഗ്രേപ്പിന്റെ ഭാവി എങ്ങനെയുണ്ട് നാസിക്ക് പോയി ചോദിക്കുന്നവരുണ്ട്. റംബുട്ടാന് ഭാവിയുണ്ട്. മറ്റത് തുടക്കത്തിലുള്ള പ്രൈസുകളൊക്കെ നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. പ്രൈസ് എപ്പോഴും മാർക്കറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. കാരണം മാർക്കറ്റോട് ബൾക്ക് വരികയാണെങ്കിൽ പ്രൈസ് ചെറിയ വ്യത്യാസം വരും, കുറവ്. പക്ഷെ ഇപ്പം ഇത് ബാംഗ്ലൂരും കർണാടകയും തമിഴ്നാട് വരെയൊക്കെ എത്തിയിട്ടുള്ളൂ. ഇത് സാധനം മൊത്തം ഇന്ത്യ മൊത്തം എത്തുകയാണെങ്കിൽ പ്രൈസും താഴെ പോകത്തില്ല. ഇവിടുന്ന് ബോംബെയിലോട്ട് അയക്കണമെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അയക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ ട്രെയിൻസും ആ ലോജിസ്റ്റിക്സ് ഇപ്പം ഭയങ്കര ബൂമിങ് ഇൻഡസ്ട്രി ആണല്ലോ. അതുകഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് ഒരു 24 hours കൊണ്ട് 36 hours കൊണ്ട് എത്താൻ പറ്റുകയാണെങ്കിൽ ബോംബെയും വെസ്റ്റ് ഇന്ത്യ മാർക്കറ്റ് മൊത്തം കാലങ്ങളിൽ ഉറപ്പായിട്ടും ഉണ്ടാകല്ലേ? വേണം, ഡെഫിനറ്റ് ഉണ്ടാകണം. അതിനുള്ള പ്രൊഡക്ഷൻ ഇപ്പം ആയി വരുന്നുള്ളൂ. ആ ചലഞ്ച് വരുമ്പോഴത്തേക്കും ആൾക്കാർ കണ്ടുപിടിക്കും മുമ്പോട്ട് അവിടെ എത്തിക്കാനായിട്ടുള്ള വഴികൾ. അപ്പൊ ഇതിന് മെയിൻ ചലഞ്ച് 3 ദിവസം ആണ്. പറിച്ചു കഴിഞ്ഞാൽ 72 hours ഏറ്റവും ഭംഗി കാണാനായിട്ട്. 72 hours വരെയാണ് ഏറ്റവും ഭംഗി കാണാൻ. അത് കഴിഞ്ഞിട്ട് മീശയൊക്കെ കറക്കുന്നുള്ളൂ, ഫ്രൂട്ട് ഇൻടാക്റ്റാ. അപ്പൊ മാർക്കറ്റും അത് യൂസ്ഡ് ആവും, അത് മനസ്സിലായി ഉൾക്കൊള്ളാൻ പഠിക്കും അത്. അപ്പൊ ഇപ്പൊ ഈ 2 സ്റ്റേറ്റ് വെച്ചിട്ട് മാത്രമാണ് ഇപ്പൊ കൺസ്യൂം ചെയ്യുന്നത്. അതായത് തമിഴ്നാടും കർണാടകയും മാത്രമാണ് ഇപ്പൊ സപ്ലൈ ചെയ്യുന്നത് കേരളം. കേരളത്തിലുള്ള സാധനം മുഴുവൻ പോകുന്നത്. കുറച്ച് എമൗണ്ട് വേണമെങ്കിൽ ചെറിയ തുച്ഛമായ ഒരു നമ്പേഴ്സൊക്കെ ബോംബെയിലോ അല്ലെങ്കിൽ ഹൈദരാബാദൊക്കെ ചെല്ലുന്നുണ്ടായിരിക്കും. ചെറിയ അത് ഫ്ലൈറ്റിലൊക്കെ കയറ്റിയാ പോകുന്നത്. ഇത് ബൈ റോഡ്. ഇപ്പം നമ്മൾക്ക് പിന്നെ ഇങ്ങോട്ട് കേരളത്തിലോട്ടുള്ള ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്നത് പൈനാപ്പിളാണ്. അതെ അതെ അതെ. അപ്പോൾ അവിടുന്ന് വണ്ടി വന്ന് ഇവിടുത്തെ MT വണ്ടി അങ്ങോട്ട് പോകുന്ന ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ട്രേഡ് കോൺസ്റ്റന്റ് ആയിട്ട് വന്നോണ്ടിരിക്കണം. അപ്പൊ അത് വരും കാലഘട്ടത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അത് ഓർത്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഉറപ്പായിട്ടും. അപ്പൊ നല്ല അപ്പൊ ഇന്ത്യ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കൺസ്യൂമർ മാർക്കറ്റല്ലേ, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കിത് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രി തന്നെ മതി. എന്തിനാ എക്സ്പോർട്ട് ചെയ്യുന്നത്? എക്സ്പോർട്ടിന്റെ ആവശ്യം വരുന്നില്ല. ഇപ്പൊ ഇന്ത്യ ഡിസ്പോസിബിൾ ഇൻകം ഇന്ത്യയിൽ ആൾക്കാർക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് അവരുടെ ഡെയിലി ഫുഡ് ഹാബിറ്റിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഫ്രൂട്ട്സ്. അപ്പോൾ എക്സോട്ടിക് ഫ്രൂട്ട്സിന് അതുപോലത്തെ വാല്യൂ ഉണ്ട്. ഇപ്പം ജാർഖണ്ഡിൽ നിന്ന് ലിച്ചി വരുന്നുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ പ്രൊഡക്ഷൻ കൂടിയപ്പോഴത്തേക്ക് അവർ മെക്കാനിസം കണ്ടുപിടിച്ച് എത്തിക്കാനായിട്ടുള്ളത്. അതുപോലെ ഇവോൾവ് ചെയ്യും. കാരണം ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റി ചേസ് ചെയ്യത്തില്ലേ. അപ്പോൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ പല FPOs ആയിട്ട് തന്നെ ഇപ്പൊ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു എഫേർട്ട് കോൺസ്റ്റന്റ് ആയിട്ട് വന്നോണ്ടിരിക്കും. അല്ലാതെ ഇപ്പം മുമ്പോട്ട് ഇപ്പം റബ്ബറിന് 10 വർഷമായിട്ട് വിലയുണ്ടോ? ഇല്ല. റബ്ബറിന് വിലയുണ്ടോ? റബ്ബറുണ്ടോ? റബ്ബറില്ല. സാറേ നമുക്ക് ഈ പ്രാവശ്യം ഇതെങ്ങനെയുണ്ട് റംബുട്ടാന്റെ ഈ വില എങ്ങനെയുണ്ട്? നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു വില നമുക്ക് ഈ പ്രാവശ്യം കിട്ടുന്നുണ്ടോ? പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മിക്ക സ്ഥലങ്ങളിലെല്ലാം അവിടെ ഒരുമിച്ച് വന്നു. ചാലക്കുടി, തൊടുപുഴ, കോതമംഗലം, നമ്മുടെ ഈ ബെൽറ്റ്, കോന്നി, റാന്നി, ആ ബെൽറ്റിലാണ് ഒരുമിച്ചായിരുന്നു വന്നിരുന്നത്. ഈ പ്രാവശ്യം സ്പ്രെഡ് ആയതുകൊണ്ട് വില നിൽക്കണം എന്നുള്ളതാണ്. നമുക്ക് ഈ പ്രാവശ്യം എന്നാ വിലക്ക് നമുക്ക് വിൽക്കാൻ പറ്റിയേക്കുന്നത്? ഞങ്ങൾ ഇപ്പം ഇനി മാർക്കറ്റ് ഇന്റഗ്രേഷനാണ്. മാർക്കറ്റിലെ വിലയാണ്, അന്നത്തെ വില വെച്ചിട്ടാണ് ഞാനിവിടെ വരുന്നത്. അല്ലെ നമ്മളിതിപ്പോൾ നേരത്തെ 2 മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു 3-4 മാസം മുമ്പ് അങ്ങനെ വിൽക്കുമല്ലോ. കഴിഞ്ഞ വർഷം വരെയൊക്കെ ആ നേരത്തെ വില ഫിക്സ് ചെയ്യായിരുന്നു, പിന്നെ കോൺട്രാക്ട് ചെയ്യുന്നതിന് മുമ്പ്. പ്രാവശ്യം തൊട്ട് ഞങ്ങൾ മാർക്കറ്റിലെ വില അറിഞ്ഞിട്ട് മാത്രമേ, അല്ലെങ്കിൽ മാർക്കറ്റ് വിലയില്ലെങ്കിൽ ഈ സാധനം കൂടുതൽ വില ചോദിച്ച് തരത്തില്ലല്ലോ. അപ്പൊ നമുക്കത് ഭയങ്കര റിസ്കി അല്ലേ? അപ്പൊ നേരത്തെ കച്ചവടം നടത്തി പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പൈസ കിട്ടി ലാഭം അങ്ങനെ. കഴിഞ്ഞ വർഷം 140 ഒക്കെ വെച്ച് ഫിക്സ് ചെയ്ത് വന്നിട്ട് 140 കിട്ടിയില്ല. പക്ഷെ ഇപ്രാവശ്യം പറഞ്ഞില്ലേ 120 to 140 വരെ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ മാർക്കറ്റിലെ വില അനുസരിച്ചാണ് നമുക്ക് വില കിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഈ ബൾക്ക് സാധനം എല്ലാം കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ട് ഇത് ഒരുമിച്ച് മാർക്കറ്റിലോട്ട് എത്തി.
ഈ വർഷം സ്പ്രെഡായിട്ട് വരുന്നത്, അതുകൊണ്ട് ഒരുമിച്ച് മാർക്കറ്റിലോട്ട് എത്തുകയല്ല. അതിന് സ്പേസ്ഡ് ഔട്ട് ആയിട്ടാണ് സപ്ലൈ വരിക. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് ഒന്ന് പഠിച്ചതിന് ശേഷം പറിക്കാറാകുമ്പോൾ പിന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണോ വിൽക്കുന്നത് ഈ പ്രാവശ്യം? അല്ല, നേരത്തെ ഒരു ബേസിക് പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാർക്കറ്റ് ബിഹേവിയർ അനുസരിച്ച് നമ്മളും കൂടെ ഫ്ലെക്സിബിൾ ആകാൻ പഠിക്കണം. രണ്ട്, ഇത് ഇക്കണോമിക്സ് ആണല്ലോ. സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറയും വരികയാണെങ്കിൽ വില കുറയും. പക്ഷെ നമ്മൾ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ വെച്ചിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി മേക്കപ്പ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ ഓരോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തോട്ടത്തിലെ പ്രൊഡക്ഷൻ 70 കിലോ മിനിമം, 100, 150, 200 കിട്ടുന്ന ചെടികളുണ്ട്. അപ്പൊ നമ്മൾ ആ പ്രൊഡക്ഷൻ ലെവൽ വെച്ച് നോക്കിയിട്ട് നമ്മുടെ റവന്യൂ നോക്കിയാൽ മതി. മെയിനായിട്ട് വിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞൊക്കെ ചെറിയ നമ്പേഴ്സ് ഉള്ള ആൾക്കാർ, 1, 2, 3 ഉണ്ടെങ്കിൽ ഇവർക്ക് വന്ന് പറിക്കുകയാണെങ്കിൽ അവരുടെ ആ വർക്ക് ഫോഴ്സും ആ എഫേർട്ട് വിടുകയാണെങ്കിൽ മിനിമം ഒരു ലോഡ് ഒരു തോട്ടത്തിൽ നിന്ന് കിട്ടണം. അതായത് മറ്റൊരു ഓടി നടന്നു വൈകുന്നേരം ആവും സാധനം തീരും. അത് ഭയങ്കര പാടുള്ള പണിയാണ്. ഈ പ്രാവശ്യം എന്ത് വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റിയേക്കുന്നത്? 140 ആണ് പറഞ്ഞു വെച്ചേക്കുന്നത്. എത്ര നാൾ കഴിയുമ്പോൾ ഇത് പറിച്ചു തുടങ്ങുന്നത്? ഇതിനിയും ഒരു 2-3 വീക്സ് എടുക്കും. ജൂലൈ ഫസ്റ്റ് വീക്ക് തുടങ്ങുകയാണെങ്കിൽ ഒരു ഓഗസ്റ്റ് മിഡ് ഒക്കെ ആകുമ്പോൾ തീരും. സാറിന് ഇപ്പോൾ ഒരു 4 ഏക്കർ റംബുട്ടാൻ തോട്ടം ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഒരു 4 ഏക്കർ ഒരു റബ്ബർ തോട്ടം ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. കമ്പാരിസൺ അപ്പം അത് രണ്ടും കൂടെ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു വരുമാന വ്യത്യാസം അത് കാണുന്നത്? പ്ലാന്റിങ് തൊട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ആദ്യത്തെ ഞങ്ങൾ ഈ റംബുട്ടാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവിടെ 1 ഏക്കർ വെച്ച് നോക്കിയിട്ടാണ് ഞങ്ങളത് പ്രൊപ്പഗേറ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് റബ്ബറിന് വിലയുള്ള സമയമാണ്, ഇത്രയും താഴെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ 2 ഏക്കർ റബ്ബറും 1 ഏക്കർ റംബുട്ടാനെ വെച്ച് 1 ഏക്കറിന് അന്ന് 30x30 വെച്ചിരുന്നത്. അപ്പം 50 മരം 1 ഏക്കറിൽ വന്നു. അപ്പോൾ ആ റംബുട്ടാൻ 3rd ഇയർ തൊട്ട് നമുക്ക് വരുമാനം തന്നു തുടങ്ങി. റബ്ബർ ആ 9ാമത്തെ വർഷമാണ് വെട്ടാൻ കിട്ടിയത്. അപ്പോൾ ഇന്ന് 3rd ഇയർ 2013 കഴിഞ്ഞിട്ട് 16 നമുക്ക് ഫസ്റ്റ് ക്രോപ്പ് കിട്ടുകയാണ് റംബുട്ടാൻ. 16 തൊട്ട് ഈ 16 വരെ 10 വർഷം ക്രോപ്പ് എടുത്തിട്ടുണ്ട്. റബ്ബർ ആണെങ്കിൽ 9 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ നോക്കി 2013 നട്ട് കഴിഞ്ഞാൽ 9 വർഷം കഴിഞ്ഞ് എത്രയായി? 22 വെട്ടി തുടങ്ങി. ഇപ്പൊ 4 വർഷത്തേക്കുള്ള സാധനം ഏക്കറിന് 20,000 രൂപ വെച്ചിട്ടാണ്. ഒരു ഏക്കറിന് 20,000 രൂപ വെച്ചാണ് ഒരു വർഷം ചെലവ് കഴിഞ്ഞിട്ട്. അതെ, അപ്പൊ 40,000 രൂപ ഇൻറ്റു 4 വർഷം 1,60,000 രൂപ. ഈ റംബുട്ടാൻ തോട്ടം 5th ഇയർ തൊട്ട് പാട്ടത്തിന് പോയേക്കുന്നത് ഫസ്റ്റ് 5ാം വർഷം 5 ലക്ഷം രൂപയ്ക്കായിരുന്നു. 6ാം വർഷം അത് കിലോയ്ക്ക് കൊടുത്തുകൊണ്ട് 9 ടണ്ണ പറിച്ചത്. 6ാം വർഷമായിരുന്നു. അപ്പോൾ 10 ലക്ഷം രൂപ മുകളിലാണ്. ഈ റംബുട്ടാൻ നമ്മളിവിടെ വെച്ചേക്കുന്നത് N18 എന്നുള്ള N18 മാത്രമേ ഉള്ളൂ. അത് വെക്കാം, അതിനൊരു കാരണം എനിക്കല്ല, എൻ്റെ പേഴ്സണൽ ഇഷ്ടം N18 പറഞ്ഞ ഒരു മധുരവും പുളിയും കൂടെ ഉള്ളൊരു രുചിയാണ്. ഫ്രൂട്ട് സൈസ് വലുതാണ്. ഗ്ലോബൽ വെറൈറ്റി റോങ് ഗ്രെയിൻ ആണ്. ഗ്ലോബൽ വെറൈറ്റി എന്ന് പറയുമ്പോൾ തായ്ലൻഡിലൊക്കെ N18 ഹോം ഗ്രൗണ്ടിന്റെ അവർ ഇറക്കിയ വെറൈറ്റി ആണ്. ഹോം ഗ്രൗണ്ട് നഴ്സറി. ഫ്രൂട്ട് സൈസും ഫ്രൂട്ടിന്റെ ഭാരമില്ലേ, വെയിറ്റും N18 ആണ് കൂടുതൽ. പക്ഷേ റോങ് ഗ്രെയിന് കുറച്ചും കൂടെ ഷെൽഫ് ലൈഫ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് മധുരം മാത്രം, അത് കൂടുതലും മധുരം. നമ്മുടെ ഇന്ത്യൻ പാലറ്റ് മധുരം പുളിയാണ്. ഇത് ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഇന്ത്യയിൽ ഈ കേരളത്തിൽ മാത്രം ഈ റംബുട്ടാൻ ഉൽപ്പാദിപ്പിക്കുന്നുള്ളോ? ഇന്ത്യയിൽ അവരുടെ സ്റ്റഡി പറയുന്നത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ളത്. ട്രോപ്പിക്കൽ ക്ലൈമറ്റത്തേക്കും ഈ നമ്മുടെ മണ്ണിന്റെ വെറ്റ്നെസ് ഇയർലി, അതും ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് ഉള്ളത് 2% ഓഫ് ലാൻഡ് ഇൻ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ആ 2% അകത്ത് 1.8% കേരളത്തിലാണ്. ബാക്കി കർണാടക, കേരളമായിട്ട് ചേർന്ന് കിടക്കുന്ന കർണാടകയുടെ മറ്റേ കുന്താപ്പൂർ, ബെൽത്തങ്ങാടി, മംഗലാപുരം ആ ബെൽറ്റും പിന്നെ കുറച്ച് ചെങ്കോട്ട ആ ഭാഗത്ത് മാത്രമാണിത് ഉള്ളത്. 2% ആണ് പറ്റുന്ന സ്ഥലം ഇന്ത്യയിലത്തെ ലാൻഡ് നോക്കുകയാണെങ്കിൽ. ആ 2% അകത്ത് 1.8% കേരളം തന്നെയുണ്ട്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നോക്കുകയാണെങ്കിൽ അത് സെമി ട്രോപ്പിക്കൽ ആയിട്ടുള്ള സ്ഥലത്ത് വരും. അത് ഇന്ത്യയിൽ എല്ലായിടത്തും വരും. മറ്റേ നോർത്ത് മറ്റേ മഞ്ഞ് പെയ്യുന്ന സ്ഥലം വിടുകയാണെങ്കിൽ ബാംഗ്ലൂരും ബോംബെയിലും ഗുജറാത്തും എല്ലായിടത്തും ഉണ്ടാക്കും. പക്ഷെ ഇതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല. അപ്പൊ ഇതിന് അതുപോലൊരു സാധ്യതയുണ്ട്. പിന്നെ കേരളത്തിന്റെ സാധ്യത അതല്ല നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കാരണം ഈ എക്സോട്ടിക് ഫ്രൂട്ട്സ് മൊത്തം ഈ തായ്ലൻഡിൽ വരുന്ന പോലെ തന്നെ ഇവിടെയും അത് വരാനുള്ള നല്ല സാധ്യത, പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ മംഗലാപുരം ബെൽറ്റിൽ നിന്നുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബോംബെ വരെ എത്തിക്കാൻ 24 hours മതി. 24 hours മതി. അതുപോലെ ഇതും കൂടെ കയറി പോവുകയാണെങ്കിൽ ഇപ്പോൾ ട്രെയിനിൻ്റെ സിസ്റ്റം ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ
ഇപ്പോഴത്തെ നമുക്ക് പിന്നെ പെരിഷബിൾസ് ട്രെയിനിൽ കയറ്റി അവർ ഹാൻഡിൽ ചെയ്യുന്നത് ശരിയല്ല. റഫായിട്ട് ഹാൻഡിൽ അത് ഇമ്പ്രൂവ് ചെയ്ത് വരികയാണെങ്കിൽ ഇതൊക്കെ ഓവർനൈറ്റും സ്പീഡും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അത് വരും കാലം കണ്ട് ഉറപ്പായിട്ട് ഉണ്ടാകുന്നുള്ള ഉറപ്പല്ലേ? ഉറപ്പല്ലേ? എത്തിക്കേണ്ട അടുത്ത് എത്തിച്ചാൽ മതി. ഡിമാൻഡ് ഓൾറെഡി ഉണ്ട്, ഇത് എത്തിപ്പെടുന്നില്ലെന്നുള്ളതാണ്. അതിപ്പം പലരും നമ്മളിപ്പോൾ പലതിൻ്റെ അകത്തും കേൾക്കുന്നുണ്ട്, ഇത് റംബുട്ടാൻ നമ്മൾ ഇനി വെക്കാൻ കൊള്ളില്ല, അത് തീർന്നു, ഇത് വാനില പോലെ വരും അല്ലെങ്കിൽ റബ്ബർ പോലെ വരും. അപ്പോൾ ഒത്തിരി ആൾക്കാർ വെക്കരുതെന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. ഇന്ത്യ മാർക്കറ്റിലോട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് നമ്മളിപ്പോഴത്തെ പ്രൊഡക്ഷൻ ഒന്നും ഒരു പ്രൊഡക്ഷൻ അല്ല. ഇപ്പം ഫ്യൂച്ചറിലോട്ട് ഇപ്പോൾ അടുത്ത 10 വർഷത്തേക്ക് റെയിൽവേ നെറ്റ്വർക്കിൻ്റെ അവരുടെ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം എന്തോരം ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നുണ്ട് ഇന്ത്യയിലത്തെ റെയിൽവേ നെറ്റ്വർക്ക് തന്നെ. അതെ അതെ. അപ്പം അതൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രശ്നം പെരിഷബിൾ അല്ലേ, ആ 3 days കൺസ്യൂം ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഇന്ന് ഈ സാധനം ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 100 രൂപയാണ് 1 കിലോ എയർലിഫ്റ്റ് ചെയ്യണമെങ്കിൽ. 1/2 ടൺ 1 ടൺ ചെയ്യുകയാണെങ്കിൽ വില കുറഞ്ഞ് കിട്ടുമായിരിക്കും. പക്ഷേ ആ റോഡ് ട്രാൻസ്പോർട്ട് വേറെ 50 രൂപ എയർപോർട്ട് വരെ കുറഞ്ഞെങ്കിൽ കിലോയ്ക്ക്. അപ്പോൾ 150 രൂപ അത് തന്നെ ആയില്ല. അപ്പോൾ ആ സാധനം ഈ സാധനം ഒരു 10-15 രൂപയ്ക്ക് നമുക്ക് ബോംബെ എത്തിക്കാൻ പറ്റും, കിലോയ്ക്ക് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ. ഇപ്പോൾ റോഡിൽ ലോറി പോവുകയാണെങ്കിൽ ഇപ്പോൾ എത്തുന്നില്ല. എന്ന് പറഞ്ഞാൽ ആ ചൂടും ആ ക്ലൈമാറ്റിക് കണ്ടീഷനില്ല, പല വെതറിലൂടെയാണ് പോകുന്നത്. അപ്പം അത്രയും വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ളത് ഇപ്പോൾ റംബുട്ടാൻ ഇല്ല. പക്ഷേ പിന്നെയും ടെക്നോളജി ഡെവലപ്മെൻറ്റും റോഡ് ട്രാൻസ്പോർട്ടും റെയിൽവേ ഒക്കെ ബെറ്റർ ആയി കഴിയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി എത്തും. ഇപ്പം തന്നെ തായ്ലൻഡിൽ നിന്ന് അമേരിക്ക വരെ പോകുന്നുണ്ട് റംബുട്ടാൻ. മാർക്കറ്റ് ഇൻ്റഗ്രേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് ഡെഫിനറ്റ്ലി ഇന്ത്യൻ മാർക്കറ്റിൽ ഭയങ്കര വോളിയം പോകുന്നൊരു മാർക്കറ്റാണ്. അപ്പം ഡൽഹിയൊക്കെ ഇന്ത്യയിലത്തെ ഏറ്റവും ബിഗസ്റ്റ് ഫ്രൂട്ട് കൺസ്യൂമിങ് മാർക്കറ്റ് ഡൽഹിയാണ്. നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റും. ഡൽഹി അവിടെ വരെ ചെല്ലുന്നില്ല ഈ സാധനം. ഇല്ലില്ല. അപ്പോൾ സാറിൻ്റെ ഇത്ര നാളത്തെ അനുഭവത്തിൽ നിന്ന് സാർ പറയുന്നത് നമുക്ക് ഇത് വരും കാലങ്ങളിൽ ഉറപ്പായിട്ടും വലിയൊരു ഡിമാൻഡിലേക്ക് ഇത് എത്തിച്ചേരും എന്ന് തന്നെയാണ്. 100%. അപ്പോൾ കർഷകർ ശരിക്കും പറഞ്ഞാൽ എന്താ ശ്രദ്ധിക്കേണ്ട? 1 ഏക്കറൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് ഓർത്തോ? 1 ഏക്കറിനൊക്കെ വയബിലിറ്റി കുറവാണ്. അല്ലെങ്കിൽ ഒരു സംഘമായിട്ട് ലൈക്ക് ഫാമർ പ്രൊഡ്യൂസറായിട്ട് നെയ്ബേഴ്സ് ഉള്ള ഒരു 10 പേര് കൂടി കൃഷി ചെയ്യണം. അവർ വരുമ്പോഴത്തേക്കും അവർക്കൊരു തോട്ടം എടുത്ത് നെറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇത്ര നമ്പർ ആൾക്കാർ വരുന്നുണ്ട്, ഇത്ര രൂപ കൂലി കൊടുക്കുന്നുണ്ട്, അവരെ താമസിപ്പിക്കണം, പിന്നെ അവരുടെ ഭക്ഷണം മേടിച്ച് കൊടുക്കണം. വരുമ്പോഴത്തേക്കും ഒരു ഫാമിൻ്റെ അകത്തുനിന്ന് മിനിമം ഒരു ലോഡ് ഒരു ദിവസം പോകാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ അവർക്ക് വയബിലിറ്റി ഉള്ളൂ. അതല്ലെങ്കിൽ ഒരു 20ൻ്റെ മരം വേറൊരു 10ൻ്റെ വേറൊരു സ്ഥലം ഇത് കിടന്ന് ഓടി നടക്കുക. റബ്ബർ പോലെ അല്ലല്ലോ, പെരിഷബിളാണ്. അപ്പം നമ്മൾ വെക്കുമ്പോൾ മാക്സിമം ബൾക്കായിട്ട് തന്നെ വെക്കാൻ നോക്കണം. ഒരു മിനിമം 5 acres എങ്കിലും ഒരു സംഘം കൂടി വെച്ചാലും മതി. അതല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അടുത്തടുത്താണ് ഒരാൾ വന്നിട്ട് ഇതിപ്പോ ഇത് കണ്ടിന്യൂ അവിടെ പോയിട്ട് അപ്പുറത്ത് തോട്ടം വേറെ ആൾ തോട്ടം ഇത് വെച്ച് പോകുകയാണെങ്കിൽ ഈ എടുക്കുന്ന ആൾക്ക് തന്നെ പോകാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂറ്റി വേണം. അല്ലാതെ നമ്പേഴ്സ് കുറയുമ്പോഴത്തേക്കും എക്സോട്ടിക് ഫ്രൂട്ട്സിന് വയബിലിറ്റി എന്നൊക്കെ പിന്നെ എടുക്കാനുള്ള ആൾക്കാർ വരുന്നത് കുറയും. അവർക്ക് വന്നാൽ മുതലാകാത്തൊരു അവസ്ഥ വരും. അതിപ്പം 1-2 മരമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവർ വന്ന് ആ 1-2 മരം പറിക്കുന്നപ്പോഴത്തേക്ക് പ്രഷർ കൂടുതലായിരിക്കും ഇവിടെ മറ്റേ തോട്ടമുള്ള ആളുടെ പറിക്കാനായിട്ട്. അത് അഗ്രികൾച്ചർ അങ്ങനെയാണല്ലോ. നമുക്ക് ചെറിയപ്പം കുട്ടനാട്ടിൽ ഇത് പാടി നിന്നോ എന്തുകൊണ്ടാ കഷ്ണമായി പോയതുകൊണ്ടാണ്. ലാർജ് ഏരിയാസ് കൾട്ടിവേറ്റ് ചെയ്താലേ അതിൻ്റെ അകത്തൊരു ഒരു വയബിലിറ്റി ഉള്ളൂ. സാറേ നമുക്കിത് സാറിപ്പം 1 ഏക്കറിൽ നിന്ന് നമുക്ക് 28-30 നമുക്ക് സാധാരണ വെക്കാൻ പറ്റുന്നത്. നമുക്കൊരു 5-6 കൊല്ലം കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു 1 ഏക്കറിൽ നമുക്ക് ഏകദേശം എന്ത് വരുമാനം നമുക്ക് കിട്ടുന്നത്? അങ്ങനെ ഒരു 3 ടണ്ണ് മിനിമം ആണ്. 3 ടൺ മിനിമം ഏറ്റവും കുറഞ്ഞത്. അതെ, 30-100 കിലോ വെച്ചല്ല. 70 വെച്ചിട്ടുണ്ടെങ്കിൽ 30 trees ആണ് ആവറേജ് വെക്കുന്നത്. അപ്പോൾ ഒരു 3 ടൺ പറഞ്ഞാൽ 100 കിലോ ആയി. 100 കിലോ എങ്കിലും മിനിമം നമ്മൾ ഉണ്ടാക്കണം. ഇതിപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പ്രൂണിങ് അതിൻ്റെ കാര്യങ്ങൾ അതൊക്കെ എങ്ങനെ ചെയ്യുന്നത്? ഇതിൻ്റെ ഇതിപ്പം ഞങ്ങൾ പിന്നെ ഹാർവെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ മിക്കവാറും ഫസ്റ്റ് പ്രൂണിങ് അവർ കൊല ഒടിച്ചെടുക്കുന്നത്. ഇപ്പം ഈ കൊല ഇതുണ്ട്, ഇത് ഒടിച്ചെടുക്കുകയാണെങ്കിൽ ഇവിടെ രണ്ടും ഈ ഒടിച്ചെടുക്കുന്ന അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് വിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടുന്ന് പിന്നെയും സ്പ്രൗട്ട് വരും. കഴിഞ്ഞ പ്രാവശ്യം ഇത് അവിടെ വെച്ച് അതുകൊണ്ട് വെട്ടിയതാണ്ടോ? അവിടെ വെച്ച് വെട്ടി അതിന്റെ 2 സ്പ്രൗട്ടാണ് വന്നേക്കുന്നത്. 2 എണ്ണം കഴിച്ചില്ലേ? ഇനി ഇത് വെട്ടുമ്പോഴത്തേക്കും ഇവിടുന്ന് അപ്പം അത് ബ്രാഞ്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോവാണ്. ബ്രാഞ്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ബ്രാഞ്ചും കായ്ക്കും. എല്ലാ ബ്രാഞ്ചിലും കായ ഉണ്ടാവും. ബ്രാഞ്ച് കൂടുന്നതനുസരിച്ച് കായുടെ പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ ഓരോ കൊല്ലം ബ്രാഞ്ച് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അതാ അപ്പം നടുക്ക് ഓപ്പൺ ചെയ്ത് സൺലൈറ്റ് കൊണ്ടുവരും. അത് അകത്തോട്ട് കയറി നോക്കുകയാണെങ്കിൽ നടുഭാഗം ഓപ്പണാ. അതായത് സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തടിയാൽ സൺലൈറ്റ് അടിക്കണം. അല്ല, നല്ല സൺലൈറ്റ് വേണം അകത്തും. അത് ഏരിയേഷനും വേണം. അപ്പൊ പ്രൂൺ ചെയ്യുമ്പോഴത്തേക്ക് അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അപ്പുറത്ത് കാണാൻ പറ്റണം. പ്രൂൺ ചെയ്യുന്ന സമയത്ത് നല്ല കാറ്റ് സഞ്ചാരം വേണം. അപ്പോൾ കുറേ അസുഖങ്ങളൊക്കെ കുറഞ്ഞിരിക്കും. ഇതിനപ്പം നമ്മൾ നന കൊടുക്കുന്നത് അത് എങ്ങനെയായിട്ട് നന കൊടുക്കുന്നത്? ഈ മരമൊക്കെ നമുക്ക് നമ്മുടെ ഏരിയയിലൊക്കെ മഴ ഉള്ളതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് റെയിൻസ് ഉണ്ട്. ഒരു 150 ഡേയ്സിന്റെ ഒരു വെള്ളം നമ്മൾ കണ്ടുവെക്കണം. 150 ദിവസം മാക്സിമം. 150 ദിവസം അതല്ലെങ്കിൽ മഴയുണ്ട്. അപ്പോൾ സ്ട്രെസ് ഞങ്ങൾ ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം കൊടുക്കൽ നിർത്തും. അത് നിർത്തിയിട്ട് സ്ട്രെസ് ചെയ്യിപ്പിക്കും ചെടീനെ വെള്ളമില്ലാതെ.
ന്യൂട്രീഷൻസും ഇല്ലാതെ. ആ അത് കഴിഞ്ഞാൽ സ്ട്രെസ്സിലാണ് ഫ്ലവർ ചെയ്യുന്നത്. ആ കൂടുതൽ സ്ട്രെസ് ആയിപ്പോയി കഴിഞ്ഞാൽ ഇലയെല്ലാം പൊഴിഞ്ഞു. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് കൊടുക്കും. ഓഹോ. അപ്പോൾ നമ്മൾ ഏത് മാസം കൊണ്ടായിരിക്കും സാധാരണ നമ്മൾ വെള്ളം കൊടുക്കാൻ ഇവിടെ തുടങ്ങുന്നത്? ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും മഴയുടെ അനുസരിച്ചിരിക്കും. അല്ല, ഓരോ വർഷവും ഓരോ രീതിയാണ്. അതെ അതെ. പക്ഷെ മിനിമം 100 ലിറ്റർ ഒരു ദിവസം 100 ലിറ്റേഴ്സ് വെള്ളം വേണം. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും 100 ലിറ്റർ വെച്ച് നമ്മൾ കൊടുക്കുമോ? എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ലേ 150 ഡേയ്സ് ആണ്. അപ്പം മഴയില്ലെങ്കിൽ എല്ലാ ദിവസവും കൊടുക്കും. എല്ലാ ദിവസവും 100 ലിറ്റർ വെച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. അതാ ജനുവരി സ്ട്രെസ് കഴിഞ്ഞിട്ട് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുമ്പാണ് എല്ലാ ദിവസവും കൊടുക്കുകയല്ല. സ്ട്രെസ് വേണമല്ലോ. അപ്പൊ സ്ട്രെസ് അതായത് മരം പൂത്ത് കഴിഞ്ഞിട്ട് മാത്രമേ 100 ലിറ്റർ എല്ലാ ഡേയിലും കൊടുക്കും. ചെടി ഭയങ്കര സ്ട്രെസ് ആയിട്ട് ഇലയൊക്കെ പൊഴിഞ്ഞു പോകാൻ പോകുന്ന നോക്കുകയാണെങ്കിൽ കുറച്ച് കൊടുത്തോണ്ടിരിക്കും. അത് നനയാനായിട്ടുള്ള. അത് കൂടുതൽ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ തളുത്തു പോകും. ഓഹോ, മരം തളുത്തു പോകും. പ്രൊഡക്റ്റ് ഇത് മറ്റേ സ്പേസാ കഴിക്കാനായിട്ടുള്ളത്. ഓ, പ്രൂൺ ചെയ്ത് ബ്രാഞ്ച് കൂട്ടിയിട്ട് സ്പേസ് വരികയാണെങ്കിൽ ഇതെല്ലാം ഈ ഏരിയ എല്ലാം ഫുള്ളായിട്ട് കാ കിട്ടും. അപ്പൊ ആ ചെടിയുടെ ഷേപ്പും ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ബ്രാഞ്ച് കൂടുന്തോറും കാബലം കൂടുതലല്ലേ. ഇപ്പൊ ഇതുണ്ട്. ഇതിപ്പോ ഈ ബ്രാഞ്ച് നാളെ വെട്ടുകയെന്ന് വെച്ചു, പ്രൂണിങ് കഴിഞ്ഞിട്ട് മറ്റേ ഹാർവസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് വെട്ടിയാൽ അതിന്റെ സൈഡിൽ ചിലപ്പോൾ 3-4 ബ്രാഞ്ചാ വരിക. അപ്പൊ 4 ബ്രാഞ്ച് ബ്രാഞ്ച് മിനിമം 2 അത്രയും കാ ഉണ്ടാവും. അതെ, അതിൽ അപ്പം കൂടുതൽ ബ്രാഞ്ച് ആകുന്നതോടാണ് കൂടുതൽ വരുന്നത്. പക്ഷെ അതിനുള്ള ഇൻപുട്ടും കൊടുക്കണം കേട്ടോ. അതെങ്ങനെ നമ്മൾ വളപ്രയോഗത്തിലേക്ക് പോയത്? അത് ഏത് രീതിയിലുള്ള വളപ്രയോഗം നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്നത്? ഈ പ്രാവശ്യം ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ കൂടുതലും മറ്റേ NPK, ജനറലി നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം. പിന്നെ അത് ലിക്വിഡ് ആയിട്ടുള്ള അല്ല, നമ്മുടെ പിന്നെ ബ്ലോക്ക് കോൺ എന്നൊക്കെ പറഞ്ഞൊരു ജർമ്മൻ വളമുണ്ട്. ഞങ്ങൾ അതൊരു ഡോസ്. പിന്നെ ജൈവ വളമുണ്ട് ആപ്ടെക്കിന്റെ ഒക്കെ, അതൊരു ഡോസ്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം മൈക്രോ ന്യൂട്രിയൻസ് ആണ്. സ്പ്രേയിങ്. പിന്നെ pH ഭയങ്കര കൺട്രോൾ ചെയ്യണം. pH ഭയങ്കര ഈ ഫ്രൂട്ടിംഗ് ട്രീസിനെല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് pH കൺട്രോൾ. pH നമ്മൾ കൃത്യമായിട്ട് നോക്കണം. നോക്കി ചെയ്യണം. അല്ലെങ്കിൽ ഈ എന്ത് വളം ഇട്ടോ ചെടിക്ക് വലിക്കാൻ പറ്റിയല്ല. പിന്നെ pH കൂടിയിരിക്കാണ് താഴെ പോകും. അതാണ് കാപ്പൊഴിച്ചിലൊക്കെ ന്യൂട്രീഷൻസ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചെടി തന്നെ ഭാരം ഷെഡ് ചെയ്യുമല്ലോ. ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ pH ക്രമീകരിക്കാൻ വേണ്ടി നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ കക്ക ഇടും. പച്ചക്കക്ക പച്ചക്കക്ക സ്ലോ റിലീസാണ്. പച്ചക്കൊക്കെ ഇടും. ഇയർ റൗണ്ട് ചെറിയ റിലീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇമ്മീഡിയറ്റിന് വേണമെങ്കിൽ നീറ്റൊക്കെ. ഈ ഡോളമേറ്റ് പോലുള്ള സാധനങ്ങൾ നമ്മൾ ഡോളമേറ്റിന്റെ ഒരു ബ്രാൻഡ് നെയിം ആണ് മിൻശക്തി. ഗ്രാന്യൂൾസ് ആയിട്ട് വരിക. അതും നല്ലതാണ്. 3 ഇടും. അപ്പൊ ഒരു കൊല്ലം തന്നെ 3 ഇടും. അതാ പിന്നെ അത് കൂടുകയാണ് ഇടണം. അപ്പം pH അതുപോലെ നമ്മൾ ക്രമീകരിക്കണം. pH വെച്ചിട്ടാണ്. pH മാനേജ് ചെയ്തില്ലെങ്കിൽ ഫ്രൂട്ടിംഗ് ട്രീസിന് ഭയങ്കര പോറായിട്ട് പെർഫോം ചെയ്തു. ഈ പറഞ്ഞ കാ നമുക്ക് കിട്ടത്തില്ല. പൊഴിച്ചിലുണ്ടാവും. കാ കിട്ടുകയില്ല. കായുടെ സൈസ് വലുതാകത്തില്ല. എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള വളം വലിക്കണമെങ്കിൽ pH കൂടി നിൽക്കുകയാണെങ്കിൽ, അസിഡിക് ആണെങ്കിൽ, ആണെങ്കിൽ രണ്ടിനാണെങ്കിലും വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് അടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അതെന്താ? അതെങ്ങനെ? അത് സ്പ്രേ ഫോളിയോ ഗ്രേഡ് സ്പ്രേസ് ഉണ്ട്. അത് ഏത് കമ്പനിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പല കമ്പനികളുണ്ട്. ഇപ്പൊ ഈ പിന്നെ കോംപോ എക്സ്പോർട്ടിന്റെ ഉണ്ട്, ICLന്റെ ഉണ്ട്, യാരാടെ ഉണ്ട്. ഇതെല്ലാം മാറി മാറി നമ്മൾ അല്ല, ഒരു കോമ്പിനേഷൻ ആണ്. ബോറോൺ, സിങ്ക്, അയൺ, മാംഗനീസ്, ഇതിന്റെ കാൽസ്യം, ഇതൊക്കെ പിന്നെ ഫ്രൂട്ടിംഗ് ട്രീസിന് ഭയങ്കരമായിട്ട് വേണ്ട സാധനങ്ങളാണ്. അപ്പം അത് നല്ല വിലയാണ്. അതുകൊണ്ട് നിലത്തിട്ട് കഴിഞ്ഞാൽ ബാക്കി ചെടിയിൽ നിന്നുകൊണ്ട് പോകത്തില്ല. അതുകൊണ്ടാണ് സ്പ്രേ ചെയ്യുന്നത്. ലീഫിലോട്ട് കൊടുക്കും. അപ്പം ലീഫ് അബ്സോർവ് ചെയ്തിട്ട് അത് ഏത് സമയത്ത് നമ്മൾ സാധാരണ കൊടുക്കാറത്? അത് ഇയർ റൗണ്ട്. ഞാൻ പറഞ്ഞു ഒക്ടോബറിന് മുമ്പ് 2 സ്പ്രേ ഉണ്ട്. ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ 20 ഡേയ്സും കൊടുക്കുന്നുണ്ട്. ചെറിയ ക്വാണ്ടിറ്റി അല്ലേ. ഒരു സ്പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബാരല്. പക്ഷെ അത് കോൺസ്റ്റന്റ് ആയിട്ട് കൂടുതൽ കൊടുക്കാൻ പറ്റത്തില്ല. ചെറിയ അത് ഈ പൂ എത്ര സൈസ് വരെ ആകുന്നോടം വരെ? എത്ര സൈസ്? കുരുമുളക് സൈസ് വരും. അവിടം വരെ ആകുന്നോടം വരെ നമ്മൾ അല്ല, അവിടെ തൊട്ട് കൊടുക്കും. അവിടെ എവിടം വരെ കൊടുക്കും? എന്ത് മാത്രം? ഇപ്പോഴും പിന്നെ ഇപ്പോൾ ഒരുമിച്ച് വരാനായിട്ട് ഇപ്പോൾ K40 സ്പ്രേ ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. ഒരുമിച്ച് പഴുത്ത് വരാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് ഇവർക്ക് പറിച്ചോണ്ട് പോകാനൊക്കെ മറ്റേ ഒരു മരം തന്നെ 3 പ്രാവശ്യം ഹാൻഡിൽ ചെയ്യേണ്ടി വരും. 3 പഴുപ്പ 3 മൂപ്പായി പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മള് K40 എന്ന് പറഞ്ഞത്, K പൊട്ടാഷ്യം, K40 എന്ന് പറഞ്ഞ സാധനം സ്പ്രേ ചെയ്യും. ഞങ്ങളിവിടെ ചെയ്യുന്നതാണ്. എല്ലാ കൊല്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. സാർ, ഇത് നമുക്ക് ഇവിടെ എന്തെങ്കിലും കേടിന്റെ ശല്യോ അങ്ങനെ എന്തെങ്കിലും രോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? പൊതുവേ റംബുട്ടാന് കുറവാണ്. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വരും. ഈ വെള്ളപ്പൊട്ട് കണ്ടോ? പക്ഷെ ഇത് പിന്നെ ഒരു ബേസിക് സ്പ്രേയിങ് കൂടെ നമുക്ക് തുടക്കത്തിൽ കൺട്രോൾ ചെയ്യാനുള്ളൂ. സാറേ, നമുക്കിതിപ്പം ഈ 12 ഏക്കറിൽ ഇത് വെച്ചില്ല. അപ്പോൾ ഇതിനെന്തെങ്കിലും കേട് കാര്യങ്ങൾ അതൊക്കെ വരുമ്പോഴത്തേന് സാറ് എങ്ങനെയാണ് അതിനെക്കുറിച്ച്? റെഗുലറായിട്ട് ഞങ്ങൾക്ക് മന്ത്ലി ഒരു കൺസൾട്ടേഷൻ ഉണ്ട്. കുമ്പളിയിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന് ആൾ വരുന്ന ഒരു പുള്ളി അഗ്രോണോമിസ്റ്റും പെത്തോളജിസ്റ്റുമാണ്. അതിന് പുള്ളി ഒന്ന് നോക്കി അതിനാവശ്യമുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് തന്നിട്ട് പോകും. അത് വെച്ചിട്ടാണ് ഞങ്ങൾ POP പ്രിപ്പയർ ചെയ്യുന്നത്. മന്ത്ലി
പ്ലാൻ ന്യൂട്രീഷൻ പ്ലാൻ കെയറും അവർ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അത് നമ്മൾ തുടങ്ങി വെച്ചപ്പോൾ അങ്ങനെ ആ രീതിക്ക് തന്നെയായിരുന്നു. ഇല്ലായിരുന്നു, വെച്ചപ്പോൾ തൊട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു, തന്നെ തന്നെ പഠിച്ച് പിടിക്കണമായിരുന്നു. ചില സാധനങ്ങളൊക്കെ നമ്മുടെ കണ്ണു പിടിക്കില്ല. ബാക്ക് ബോർഡർ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊരു അസുഖമായിട്ട് നമ്മുടെ മനസ്സിൽ വരില്ല. പക്ഷെ ആ സ്പെഷ്യലിസ്റ്റ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഐ ഉള്ളൂ കണ്ടുപിടിക്കാനായിട്ട്. അപ്പം അത് വന്നുകൊണ്ട് ഭയങ്കര വ്യത്യാസമുണ്ട്, ക്രോപ്പിന് വ്യത്യാസമുണ്ട്, ഫ്രൂട്ട് ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട്. ഓരോ വർഷം കുടുംബത്തിനും ഫ്രൂട്ടിന്റെ ക്വാളിറ്റി അതിലെ വലിപ്പം അതെങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വലിപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ചിരിക്കും, നമ്മളത് വളമിട്ട് കൊടുക്കണം. പറഞ്ഞാൽ ഒരു മരത്തിൽ നിന്ന് 100 കിലോ പറിക്കുകയാണെങ്കിൽ അത്രയും സാധനം മണ്ണിൽ നിന്ന് പോയില്ലേ? അതെ. അപ്പൊ അത് തിരിച്ചു കൊടുത്ത് ഞാൻ ചോദിക്കുന്നത്, നമുക്കിപ്പോ ഒരു മരത്തിന്റെ നോക്കിട്ടുണ്ട് ശരാശരി എന്ത് ചെലവ് വരും സാറിന്? അങ്ങനെ ഒരു കണക്ക് സാറിന് ഉണ്ടോ? ഒരു വർഷം മരത്തിനില്ല. അപ്പം ഈ 4 ഏക്കറിന് വരുവാണെങ്കിൽ ഒരു മിനിമം 8 to 10 lakhs വരും ചെലവ് വരുന്നുണ്ട്. അതായത് നമ്മൾ വളം, ജോലി, പണിക്കാരുടെ പിന്നെ മെയിൻ്റെനൻസ്, വീഡിങ്, ഇതെല്ലാം കൂടി 4 ഏക്കറിലേക്ക് ഒരു 10 ലക്ഷം, 8 തൊട്ട് 10 വരെ വരുന്നുണ്ട്. അത് പക്ഷേ ഇപ്പൊ നോക്കുകയാണ്, ഇപ്പൊ ഫെൻസിങ് അതൊക്കെ ക്യാപിറ്റൽ കോസ്റ്റ് ആണല്ലോ. ശരിക്കും വെച്ച് നോക്കുകയാണെങ്കിൽ 6 lakhs കൂടുതൽ വരേണ്ടതില്ല. 6 lakhs അടുത്തെങ്കിലും വരും. അപ്പൊ അതിനകത്ത് വലയിടില്ല, അതിനകത്ത് പെടുവല്ലോ? വലയിടില്ല, ഹാർവെസ്റ്റിംഗ് അത് പെടുകയല്ല. നമുക്ക് പിന്നെ ഇവിടുന്ന് തന്നെ ഈ 4 ഏക്കറിൻ്റെ അകത്തുനിന്ന് കഴിഞ്ഞ വർഷമൊക്കെ 12-13 ടൺ എടുത്തേക്കുന്നത്. നമ്മൾ ബോർവെല്ലിലെ വെള്ളമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ബോർവെല്ലിലെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ ബോർവെല്ലിലെ വെള്ളം നമ്മൾ pH കൺട്രോൾ ചെയ്യും, ബോർവെല്ലിലെ വെള്ളത്തിന് pH ഒരു വ്യത്യാസം വരില്ല, അതിന് ഇതിന്റെ മരത്തിന്റെ പ്രശ്നം വരുന്നുണ്ടോ? പക്ഷെ അത് നമുക്ക് വെള്ളം ഉള്ളതല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കക്ക ഉപയോഗിച്ച് ന്യൂട്രലൈസ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. പണ്ടൊക്കെ ചെയ്യുന്നത് ഒരു പ്രാവശ്യമേ ഉള്ളൂ നമ്മൾ കക്ക ചെയ്യുന്നത്. അതെ. മഴ കൂടുമ്പം അസിഡിറ്റി കൂടും. അപ്പം ഫ്രൂട്ടിങ് സമയമാകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന വളമൊക്കെ ഇപ്പൊ എനർജി ആയിട്ട് സ്റ്റോർഡ് ആകുകയാണ്. ഫ്ലവർ ചെയ്തതിന് മുമ്പും സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലവർ ചെയ്തിട്ടാണ് അത് ഫ്രൂട്ട് അതിൻ്റെ അകത്ത് എനർജി വലിക്കുന്നത്. വളമെടുക്കുന്നതിന് നമുക്ക് pH കൃത്യമായിട്ട് ക്രമീകരിക്കേണ്ട ഒരു ഫ്രൂട്ട് ട്രീസിന് pH ക്രമീകരിച്ചില്ലെങ്കിൽ നമുക്ക് അതിന്റെ പ്രൊഡക്ടിവിറ്റി കിട്ടത്തില്ല. ഇതിന് മുമ്പ് നേരത്തെ ഇതിന്റെ എന്താ സാറേ റബ്ബർ ആയിരുന്നു. ആ റബ്ബർ ഫുള്ള് വെട്ടിക്കളഞ്ഞിട്ടാണ് നമ്മളിത്. അപ്പൊ അന്ന് റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് ഇത് വെച്ചാൽ ആ റബ്ബറിനേക്കാൾ എന്ത് വരുമാനം കൂടെ നമുക്ക് ഇതിന്റെ അകത്ത് ഇവിടെ കിട്ടുന്നുണ്ട്? അന്ന് വെച്ചപ്പോഴത്തേക്കും ഇത് പൈനാപ്പിൾ ഇന്റർപ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു വർഷം പോലും വരുമാനം ഇല്ലാത്ത വർഷമില്ല. റബ്ബറാണെങ്കിൽ 3 വർഷം, പിന്നെ 4 വർഷം പിന്നെ വെയിറ്റ് ചെയ്യണ്ടേ. പൈനാപ്പിൾ വെച്ച് പൈനാപ്പിളിന്റെ 3 വർഷം ക്രോപ്പ് കിട്ടി, 3-ാം വർഷം പൈനാപ്പിളിന്റെയും ക്രോപ്പ് കിട്ടി, എല്ലാ വർഷവും ക്യാഷ് ഫ്ലോ ഉണ്ട്. റബ്ബർ വെച്ച് കഴിയുമ്പോഴത്തേക്കും 10 വർഷം ക്യാഷ് ഫ്ലോ ഇല്ല. അവിടെ ആദ്യത്തെ 3 വർഷത്തെ പൈനാപ്പിളിന് കിട്ടും, പിന്നെ നമ്മൾ അങ്ങോട്ട് കാശ് ഇറക്കിക്കൊണ്ടിരിക്കുന്നു, വരുമാനമില്ല. ഇതിപ്പോ കണ്ടു, ഇപ്പം ചുറ്റളവ് സൺലൈറ്റ് കിട്ടും. ചുറ്റളവ് സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ ചുറ്റളവ് കായ്ക്കും. പക്ഷെ മറ്റേത് കോർത്ത് സൈഡ് കായ്ക്കുകയല്ല. അപ്പൊ ആ മുകളിൽ മാത്രം കൃഷിക്കാർക്ക് ക്യാഷ് ഫ്ലോ ആണല്ലോ വേണ്ടത്. നമുക്ക് പിന്നെ നിത്യജീവിതത്തിനുള്ള കാശ് എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കണം. അപ്പം പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ വർഷവും നമുക്ക് ക്രോപ്പ് കിട്ടുന്ന ക്രോപ്സ് വേണം നമ്മൾ ചെയ്യാനായിട്ട്. റബ്ബർ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ 4 തലമുറ നോക്കിയതല്ലേ. അതെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതുകൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, ചേഞ്ച് ചെയ്യണം. കൃഷി ഒരു റിസർച്ചാ. അപ്പം ഇവിടെ ഞങ്ങൾ അവക്കാഡോ ചെയ്തിട്ടുണ്ട്, അച്ചാച്ചോറ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ജസ്റ്റേഷൻ പീരീഡ് ഉണ്ട്. ഇപ്പം അവക്കാഡോ ചെയ്തൊക്കെ 6 വർഷമായി. 100 ചെടിയുണ്ട്. റസൽ എന്ന് പറഞ്ഞൊരു ലോലാൻഡ് വെറൈറ്റിയാണ് വെച്ചേക്കുന്നത്. അത് ഇപ്പോൾ ഈ വർഷം ഒരു 3 മരം കഴിച്ചു. അപ്പോൾ അതിൻ്റെ എപ്പോഴാണ് അതിൻ്റെ ഫുൾ പ്രൊഡക്ടിവിറ്റി വരുന്നതെന്ന് അറിയണമെങ്കിൽ ഒരു 6-7 വർഷം എടുക്കും ഇതിൻ്റെ ട്രയൽ നടത്താനായിട്ട്. അപ്പം റംബൂട്ടാൻ 1 ഏക്കർ വെച്ച് അതിന്റെ നമുക്ക് റിസൾട്ട് കണ്ടു. അത് കഴിഞ്ഞാൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഓരോന്നിങ്ങനെ പഠിച്ചോണ്ടിരിക്കുകയാണ്. പഠിക്കുന്നത് ഇതിന്റെ അഗ്രികൾച്ചറിന് ഏറ്റവും കൂടുതൽ നമുക്ക് തന്നെ സമയം കൊടുക്കണം. കൃഷി നമുക്ക് ബ്ലഡിലുണ്ടല്ലോ തലമുറയായിട്ട്. അപ്പോൾ അന്ന് റബ്ബറിന്റെ ഫ്യൂച്ചർ നോക്കുമ്പോഴത്തേക്കും ഗ്രോ ചെയ്യുന്നില്ല. നമുക്ക് 2010-11 കിട്ടുന്നത് ആവറേജ് പ്രൈസ് 250 കിട്ടിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. ആവറേജ് നോക്കുകയാണെങ്കിൽ 150-190 കിട്ടിയേക്കുന്നത് വിലയുള്ളൂ. ഇന്നും അത് തന്നെ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഇൻപുട്ട് കോസ്റ്റ് 5 times ആയി. അപ്പോൾ നമ്മുടെ വരുമാനം ഷ്രിങ്ക് ചെയ്ത് പോയി, നമുക്ക് കിട്ടുന്ന വരുമാനം. അപ്പം അന്ന് 1 ലിറ്റർ പെട്രോൾ 50 രൂപ, അന്ന് 100 രൂപയായി. അന്ന് ഒരു മരം വെട്ടാനായിട്ട് 70 പൈസ ഉള്ളൂ, ഇന്നത് 2.25 രൂപയായി. പൊട്ടാഷിന് അന്ന് 800 രൂപ, 1900 രൂപയായി. അപ്പൊ ആ ഇൻപുട്ട് കോസ്റ്റ് പോകുന്നതനുസരിച്ച് പ്രൊഡക്റ്റിന്റെ വില കിട്ടിയില്ലെങ്കിൽ എല്ലാവരും ഷ്രിങ്ക് ചെയ്ത് പോകത്തില്ല.
സാർ അപ്പോൾ ഇപ്പോൾ ഫുൾ ടൈം കൃഷി ഫീൽഡിൽ തന്നെയാണോ അതെയോ കൃഷിയുണ്ട്, ബിസിനസ്സും ഉണ്ട്. ബിസിനസ് ഉണ്ട്, ആ കൂടുതൽ ബിസിനസ്സും പോകുന്നുണ്ട്? ഉണ്ട്. സാറേ നമ്മളിവിടെ നമ്മുടെ കേരളത്തിൽ അതായത് ഈ കോട്ടയം ജില്ലയിൽ ഒത്തിരി പേര് റംബുട്ടാൻ കൃഷി ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ അവർക്ക് കൃത്യമായിട്ട് ഒരു എങ്ങനെ എത്ര അടിക്ക് വെക്കണം, എന്തൊക്കെയാണ് വളം കൊടുക്കേണ്ടത്, അതിൻ്റെ ക്രമീകരണം എന്നതിനെക്കുറിച്ചൊന്നും പലർക്കും കൃത്യമായിട്ട് അറിയത്തില്ല. അതിനെന്തെങ്കിലും സംവിധാനങ്ങളോ കാര്യങ്ങളോ ഇന്ന് നിലവിലുണ്ടോ? ഇപ്പം പേഴ്സണൽ ഇൻട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന ഗവൺമെൻറ്റും ഇപ്പം ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് വഴി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് ഇൻട്രാക്ഷൻ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ കൂടുതലും നമ്മൾ കൃഷി ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു നോളജ് ഷെയറിംഗ് ഉണ്ട്. പിന്നെ ഈ പ്ലാൻ ന്യൂട്രീഷൻ, പ്ലാൻ കെയറിനൊക്കെ നമുക്ക് നല്ല എക്സ്പേർട്സ് അവൈലബിൾ ആണ്. അവരെ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ അവർ വന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇത് കൃത്യമായിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യുവാണെങ്കിൽ കേരളത്തിന്റെ വലിയൊരു ഇൻകം തരുന്ന ഒരു സിസ്റ്റം അല്ലേ ഇത് ശരിക്കും? 5 വർഷം മുമ്പ് ഒരു മനോരമ തന്നെ ഒരു സീരീസ് ആർട്ടിക്കിൾ ചെയ്തതാണ്. പ്ലാന്റേഷന്റെ 2008-9 ടേൺ ഓവർ വർഷം ചിലപ്പോൾ മാറി 33,000 കോടിയായിരുന്നു. 16-17 ആയപ്പോൾ 8,000 കോടിയായിട്ട് കുറഞ്ഞു. അപ്പോൾ ഈ എക്സോട്ടിക് ഫ്രൂട്ട്സ് കൾട്ടിവേഷൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യത പറഞ്ഞേക്കുന്നത് അഗ്രികൾച്ചർ മാത്രമല്ല, അലൈഡ് വാല്യൂ ആഡഡ് സർവീസ് കൂട്ടി 72,000 കോടി രൂപയുടെ മുകളിലാണ് അവർ ആ ആർട്ടിക്കിളിൽ അന്ന് പറഞ്ഞിരിക്കുന്നത്, സ്റ്റഡി ചെയ്തിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഈ ഗവൺമെൻറ് നമ്മുടെ ലോസ് റിലാക്സ് ചെയ്യണം മാത്രമേ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 5 ഏക്കറുള്ള ആൾക്ക് 15 ഏക്കർ ഇപ്പോഴേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. 5 ഏക്കർ ഇപ്പോഴും റബ്ബറായിട്ട് അവിടെ കിടക്കുക. അപ്പൊ ആ ഒരു ഫ്രീഡം കൃഷിക്കാർക്ക് കിട്ടുന്നില്ല. കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ഈ കേരളത്തിലെ കൃഷി ഇങ്ങനെ പുറകോട്ട് പോകാൻ മെയിൻ ഒരു കാരണത്തിന്റെ. കൃഷി പുറകോട്ട് പോകാൻ മെയിൻ കാരണം കഴിഞ്ഞ 10 റബ്ബർ ആയിരുന്നല്ലോ എല്ലാവർക്കും മെയിൻ കൃഷി. അത് നല്ല വരുമാനം തരുന്നുണ്ടായിരുന്നു. ഇപ്പൊ പകുതി പിള്ളേരും ഈ നമ്മുടെ യുവാക്കളോട് നിൽക്കുന്നില്ലല്ലോ. കാരണം അവർക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അവസരം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അത് അവസരം കൊടുക്കുകയാണെങ്കിൽ കൃഷിയിലോട്ട് ഇറങ്ങും. കൃഷിയും ഇപ്പം പുറത്തു പോയി ജോലി ചെയ്യുന്ന ആൾക്ക് വർഷം ഒരു മാസം 1,00,000 രൂപ കിട്ടുകയാണെങ്കിൽ അത് പിന്നെ ഒരു 5-10 ഏക്കർ റംബൂട്ടാൻ ഉണ്ടെങ്കിൽ 1,00,000 രൂപ മിച്ചമായി കിട്ടും. അത് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടെ ഗവൺമെന്റ് ലോസ് ഒരു കൺഡ്യൂസീവ് എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യണം, പോളിസി മേക്കിംഗ് കൂടെ. അപ്പൊ ചെയ്യാനിപ്പോ നമുക്ക് പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ ലീസിനെടുത്ത് ചെയ്യാലോ, നിർബന്ധമില്ല. ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് എടുത്ത് ചെയ്യാം. അപ്പം എനിക്ക് ഇവിടുന്ന് കണ്ടിന്യൂറ്റി കിട്ടണമെങ്കിൽ റബ്ബർ തോട്ടം കൂടെ എടുത്ത് ചെയ്യാൻ പറ്റിയാലും അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം പൈനാപ്പിൾ അവരങ്ങനെയല്ലേ ചെയ്യുന്നത്, ബൾക്കായിട്ടുള്ള സാധനം ഉള്ളതുകൊണ്ടാണ് അത്രയും ക്യാപിറ്റൽ കൊണ്ട് പോയി ഭൂമി മേടിക്കേണ്ട ആവശ്യമില്ല. ഭൂമിക്കപ്പം പ്രായമുള്ള ആൾക്കാരുടെ സ്ഥലത്ത് അവർക്കും ചലഞ്ച് ആയിരിക്കും നോക്കാനൊക്കെ. അതെടുത്തൊരു 15 years ലീസിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. അങ്ങനെയുണ്ടോ? ഒരു 10-15 കൊല്ലത്തേക്ക് എടുത്ത് ചെയ്യുന്നവരുണ്ടോ? ഉണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഏല കൃഷിക്കകത്തുണ്ട്, റംബൂട്ടാൻ്റെ അകത്തും പയ്യെ. ഇപ്പം നമ്മുടെ പ്രായമുള്ള ആൾക്കാർ വീട്ടിൽ, പിള്ളേരെല്ലാം പുറത്താണ്, നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് ജെന്റിൽമെൻസ് എഗ്രിമെന്റാ. ഇപ്പം പരിചയം വേണം, അല്ലെങ്കിൽ പേടിയാ അവരെടുത്തോണ്ട് പോയാലും ടെൻഷനുണ്ട്. പക്ഷെ മുമ്പോട്ട് ഇത് ഗ്രൂപ്പായിട്ട് ചേർന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. അപ്പൊ ആ ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്കും എല്ലാ സ്കിൽ സെറ്റും കൊണ്ടുവരാം. കൃഷി ഒരാൾക്കാരുടെ സ്കിൽ സെറ്റ് ആയിരിക്കും, ഹാൻഡ്ലിങ് വേറെ ആൾക്കാരായിരിക്കും, ഓപ്പറേഷൻസ് പറയും, പിന്നെ മാർക്കറ്റിംഗ് വേറെ. ഒരു 3 ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് മുമ്പോട്ട് റൺ ചെയ്യാൻ പോയി എളുപ്പമുണ്ട്. ശരിക്കും കൃഷി ഈ റംബൂട്ടാൻ കൃഷി സ്കോപ്പുള്ള ഒരു ബിസിനസ്. എക്സോട്ടിക് ഫ്രൂട്ട്സ് എല്ലാം ഡൂറിയാൻ, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, ഇപ്പം പല അവക്കാഡോസ്, അച്ചാച്ചറു, ലോങ് ആൻ ഭയങ്കര മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസംബർ ജനുവരി സമയത്താണ് ഫ്രൂട്ട്സ് ഇല്ലാത്തൊരു പീരീഡ്. അപ്പം കോൺസ്റ്റന്റ് ആയിട്ട് സപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ഫ്രൂട്ട് പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ഡിസംബർ ജനുവരിയിൽ ഏത് ഫ്രൂട്ട് കൊണ്ട് നമുക്ക് നല്ല വില കിട്ടും. ഒക്ടോബർ തൊട്ട് എന്ത് ഫ്രൂട്ട് കൊണ്ടാലും നല്ല വില കിട്ടും. നമ്മുടെ ഇപ്പോൾ ഇവിടെ വരുന്നത് സീസണിലാണല്ലോ. ഒരു സീസണിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് സീസൺ. ഇപ്പം മാംഗോസ്റ്റിനൊക്കെ ഇവിടെ ജൂൺ, ഏപ്രിൽ, മെയ്, ജൂണിലാണ് വരിക. അത് സമയത്ത് കുട്ടിക്കാനം പിന്നെ നമ്മുടെ ഹിൽ സ്റ്റേഷൻസിലൊക്കെ ഹൈലാൻഡിൽ പോവാണെങ്കിൽ അവിടെ സെപ്റ്റംബർ, ഒക്ടോബറിൽ വരിക. അപ്പൊ മഴയുമില്ല, നല്ല ഫ്രൂട്ടാണ്, അപ്പൊ അതിന് നല്ല വില കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാ ലോലാൻഡ്, മിഡ്ലാൻഡ്, ഹൈലാൻഡ് ഇത് 3 സീസണാണ്. അപ്പൊ ആ ഒരു 6 മാസം 7 മാസം സപ്ലൈ ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് പിന്നെ ക്രോപ്പ് കൊണ്ടുവരാൻ പറ്റും, പ്ലാൻ ചെയ്ത് ചെയ്യാം. സാർ നമ്മുടെ ഇത് വീടിന് മുമ്പിൽ തന്നെ നമ്മളിത് ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചേക്കാണ്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഒരു കമ്പനിയാണ്, അതിന്റെ ബ്രാൻഡ് നെയിം ലൈഫ് എക്സോട്ടിക്സ് എന്നാണ്. ഇത് ഞങ്ങൾ ഫ്രൂട്ട് പറിച്ച് പ്രീമിയം ഗ്രേഡ് ചെയ്തിട്ട്, പ്രീമിയം ഗ്രേഡ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് എനിക്കത് കണ്ട്. അത് ചിലപ്പോൾ ഒരു 5 കിലോ പറിക്കുകയാണെങ്കിൽ 1.5 കിലോ ഗ്രേഡ് ചെയ്ത് മാറും. പാടും കുത്തൊന്നും ഇല്ലാതെ ഗ്രേഡ് ചെയ്തിട്ട് ടോപ്പ് ക്വാളിറ്റി ഫ്രൂട്ട് മാത്രം.
അതിന് വിലയുണ്ട്. അപ്പൊ ഡെയിലി ഫ്രഷ് പറിക്കുന്ന പീസ് നമുക്ക് ഇവിടെ നേരിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. മംഗോസ്റ്റിനുണ്ട്. മംഗോസ്റ്റിനുണ്ട്. മംഗോസ്റ്റിൻ റംബൂട്ടാനാണോ മെയിനായിട്ട് ഇവിടെ നമ്മളത്? മെയിനായിട്ട് ഞങ്ങൾ ഡൂറിയൻ ഉണ്ടായിരുന്നു, ഓഹോ, അവക്കാഡോ ഉണ്ടായിരുന്നു. ഇതിപ്പം ഈ പഴുത്ത് വരുന്ന സീസൺ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ. ഇതിപ്പോ നമുക്ക് എന്ത് വില വരുന്നതാണ്? ഇത് 500 ഗ്രാംസ് പ്ലസ് ആണ്. ഇതെല്ലാം 500 ഗ്രാംസ് ഒരു 500 ഗ്രാംസ് പ്ലസ് 200 രൂപയ്ക്കാണ്. സീസൺ തുടങ്ങിയല്ലോ, വില കൂടുതലുണ്ട്. പീക്ക് ചെയ്യുമ്പോഴത്തേക്കും വില കുറയും. പക്ഷെ ഗ്രേഡിങ്ങിന് ഇപ്പം മറ്റത് കൂട്ടിയിട്ട് വിൽക്കുമ്പോഴത്തേക്കും പഴുത്തതും പഴുക്കാത്തതും എല്ലാം വരും. ഇതാകുമ്പോൾ കൃത്യമായിട്ട് പഴുത്തത് തന്നെ എല്ലാം ഒരേ ക്വാളിറ്റി ഉള്ള സാധനം തന്നെ നമുക്ക് ഓരോന്നും പറിച്ചെടുത്ത് നിലത്ത് പോലും വീഴാൻ നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ചതക്കാതെ കൃത്യമായിട്ട് തന്നെ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞതാണ്. ഇത് ഈ 2 ഏക്കർ റബ്ബറിന്റെ കാര്യം പറഞ്ഞു. ഇത് 2 ഏക്കർ റബ്ബർ. ഇത് നമ്മൾ ഈ വെച്ചേക്കുന്ന എല്ലാവരും ചോദിക്കത്തില്ല 40/40 വെക്കേണ്ട ആവശ്യമുണ്ടോ? 40/40 കുറച്ചുകൂടി അടുപ്പിച്ച് വെച്ചാൽ കുറച്ചും കൂടെ ക്രോപ്പ് കൂടുതൽ കിട്ടിയാൽ ഇത് നോക്കിയോ, ഫ്രൂട്ടിങ് മുകളിൽ മാത്രമേ ഉള്ളൂ. ഇതുണ്ട് കോർത്തു. ബോളിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടുന്നുള്ളൂ. അത് 30/30 വെച്ചതാ. അന്ന് 15/15 പറഞ്ഞപ്പം 30/30 ഞാൻ വെച്ചേ. എന്നിട്ടും 10 വർഷത്തിൽ കോർത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കെട്ടി. ഇവിടെയൊക്കെ ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്ത് കായില്ല. പിന്നെ സൺലൈറ്റും ഇവിടെ സൺലൈറ്റ് കുറവാണ്. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അവിടെ സൺലൈറ്റ് കൂടുതലാണ്, അവിടെ ക്രോപ്പ് കൂടുതലാണ്. പുതിയ തലമുറകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വിട്ട് നമ്മൾ വിദേശത്തേക്ക് പോവുകയാണല്ലോ. അവർക്ക് ശരിക്കും ഇവിടെ നിന്നാൽ ഈ ഒരു മേഖലയ്ക്കൊക്കെ നിൽക്കാൻ ശരിക്കും 100%. അപ്പൊ അത് പറഞ്ഞത് അത് ഈ ഗവൺമെന്റ് ലോ റിലാക്സ് ചെയ്യുകയാണെങ്കിൽ തുറന്നു കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നിസ്സാരമൊന്നുമല്ല. അതിപ്പം നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് തന്നെ റെക്കമെൻഡേഷൻ കൊടുത്തു അവിടെ ഇരിക്കുകയാണ്. അവർ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. പുതിയ ഫ്രൂട്ട് ട്രീസും കൂടെ ആഡ് ചെയ്യാനായിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് പ്ലാന്റേഷൻസ് ഇൻ കേരള എന്ന് പറഞ്ഞ സബ്ജക്റ്റിലാണ്. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവരെ എൻഗേജ് ചെയ്തത്. അവർ തായ്ലൻഡിലും എല്ലാം പോയി റിസർച്ച് നടത്തി സ്റ്റഡി റിപ്പോർട്ട് ഇറക്കിയിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് ഒരു 10 വർഷം പ്രായമെങ്കിലും നിലനിൽക്കുന്ന മരങ്ങൾ. അത് എന്ത് മരമാണെങ്കിലും ആഡ് ചെയ്യാനായിട്ട് രണ്ട് കൃഷിക്കാരൻ ചൂസ് ചെയ്യട്ടെ എന്ത് വെക്കണം എന്നുള്ളത്. ഇപ്പൊ ഈ 5-6 ക്രോപ്പല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതേ ഉള്ളൂ. അതിന് വിലയില്ല. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും അങ്ങനെ പ്രശ്നം ഇല്ലല്ലോ. അല്ല, മറ്റ് സംസ്ഥാനങ്ങളുടെ സീലിംഗ് 15 ഏക്കർ അല്ല. കർണാടക പോയി കഴിഞ്ഞാൽ 60 ഏക്കറുണ്ട്. തമിഴ്നാട്ടിൽ പോയി 50 ഏക്കറുണ്ട്. അവിടെ ഭൂമി കൂടുതൽ വലിയ സ്റ്റേറ്റ് ആണല്ലോ. ഇവിടെയും അല്ല, ഇപ്പൊ ഭയങ്കര പോസിറ്റീവായിട്ട് എല്ലാ ഗവൺമെന്റും കഴിഞ്ഞ 2 ടേമിൽ LDF ആണെങ്കിലും അവർ 4 ആണ് അവരെ റിപ്പോർട്ട് ഇറക്കിയേക്കുന്നത്. പിന്നെ കോൺഗ്രസ് ഗവൺമെന്റ് ആണെങ്കിലും അവരുടെ പ്രകടന പത്രികത്തുണ്ട് ഈ പ്ലാന്റേഷന്റെ റിവൈവൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വരുവാണെങ്കിൽ കൃഷി മേഖലയും നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എല്ലാം ഭയങ്കര. പിന്നെ ആൾക്കാർ അധികം പോകാതിരിക്കുന്ന കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരോ ഇഷ്ടംപോലെ പാഷനറ്റ് ആൾക്കാരുണ്ട്. അത് ഈ പിന്നെ ലീസ് എഗ്രിമെന്റുകളെല്ലാം ഒന്ന് ഫോർമലൈസ് ചെയ്ത് 2 പേർക്കും ബെനിഫിറ്റ് കിട്ടുന്ന പോലെ ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ അതും ഇതിൽ സപ്പോർട്ട് ഈ അഗ്രികൾച്ചർ ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യും. ലീസ് ലെവലിലോട്ടുള്ള ലാൻഡ് അവൈലബിലിറ്റി കൊണ്ടുവന്നാൽ ലാൻഡ് മേടിക്കണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് ലീസിനെടുത്ത് ചെയ്യാമല്ലോ. അത് 15 to 20 years ലീസിൻ്റെ ഒക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ റംബൂട്ടാൻ ഈ എക്സോട്ടിക് ഫ്രൂട്ട്സ് എല്ലാം ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ്.